അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 5-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്ന് ഹെഡിങ്ങിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 5-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ 1-ാം വാക്യം ഭക്തൻ്റെ ഒരു പ്രാർത്ഥനയാണ്. താൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ മുഖാമുഖമായി കണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. ദൈവവുമായി നല്ല ബന്ധമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം 2-ാം വാക്യം തുടങ്ങുന്നത് തന്നെ എൻ്റെ രാജാവും എൻ്റെ ദൈവവും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തെ തൻ്റെ രാജാവായി അംഗീകരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ദൈവമാകുന്ന രാജാവിനാലാണ് ഇപ്പോൾ സങ്കീർത്തനക്കാരൻ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംസാര രീതി, കേൾവി, പ്രവർത്തനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവ വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീർന്ന ദൈവഭയമുള്ളവനാണ് ഈ വ്യക്തി. വളരെ സങ്കടം തനിക്കുണ്ടെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന ഒരു ഉറപ്പ് സങ്കീർത്തനക്കാരന് ഉണ്ട്. കാരണം തൻ്റെ രാജാവ് സകലത്തെയും സൃഷ്ടിച്ചവനും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നവനുമാണ്. 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല 3-ാം വാക്യത്തിൽ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. NIV ഇംഗ്ലീഷ് വേർഷനിൽ ഇൻ ദ മോർണിംഗ് ഐ ലേ മൈ റിക്വസ്റ്റ് ബിഫോർ യു ആൻഡ് വെയിറ്റ് ഇൻ എക്സ്പെക്റ്റേഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാവിലെ ഞാൻ എൻ്റെ അപേക്ഷ നിൻ്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് ഭക്തൻ പറയുന്നത്. 3-ാം വാക്യം വരെയുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ ദൈവം നമ്മുടെ പിതാവാണ്. എങ്കിലും നാം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നതിനായി അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്നതിനായി യഹോവയാ ദൈവത്തെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കണം. എന്നാൽ കർത്താവ് നമ്മെ ഭരിക്കും എന്ന വാക്കിനെ പൗലോസ് പറയുന്നത് പോറ്റി പുലർത്തും എന്നാണ്. നാം നടക്കേണ്ടുന്ന പാതയിൽ നമ്മെ കരം പിടിച്ച് നടത്തും. ആകാത്ത പാതയിൽ തെറ്റിച്ചെല്ലാതിരിക്കുവാൻ അവൻ നമ്മുടെ കാലുകളെ കൺട്രോൾ ചെയ്യും. ബിലെയാം അതിന് ഉദാഹരണമാണ്. ഇസ്രയേൽ ജനത്തെ ശപിക്കുന്നതിനായി ബാലാക്ക് എന്ന മോവാബ് രാജാവ് ഭക്തനായ ബിലെയാമിനോട് പറഞ്ഞപ്പോൾ ബിലെയാം യഹോവയോട് അരുളപ്പാട് ചോദിക്കുവാൻ ചെന്നു. കർത്താവ് ഉള്ള കാര്യമുള്ളതുപോലെ ബിലെയാമിനെ അറിയിച്ചു, നീ പോകരുത്. ഇസ്രയേൽ ജനം തനിച്ചു പാർക്കുന്ന ജനമാണ്, അവർ വിശുദ്ധരാണ്. അവരെ നീ ശപിച്ചാൽ ബിലെയാമേ നീ ശപിക്കപ്പെടും. കാരണം അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് ഇസ്രയേൽ ജനത്തെ പിന്തുടരുന്നത്. ബാലാക്കിൻ്റെ സ്വർണ്ണക്കൂമ്പാരം കണ്ടപ്പോൾ യഹോവയുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും ബിലെയാം കൊടുത്തില്ല. അവൻ ഇസ്രയേൽ മക്കളെ ശപിച്ചില്ല, എന്നാൽ സൂത്രം പ്രയോഗിച്ച് ഇസ്രയേൽ ജനം ശപിക്കപ്പെടുന്ന തന്ത്രം പറഞ്ഞു കൊടുത്തു. ബിലെയാമിൻ്റെ ഉപദേശം എന്നാണ് ആ ഉപദേശത്തെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. ബിലെയാമിൻ്റെ ആഗ്രഹം ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെന്നാണ്. എന്നാൽ ഇവനെ കൺട്രോൾ ചെയ്യുവാൻ നോക്കിയ കർത്താവിനെ ഇവൻ വഞ്ചിച്ചു. ജനത്തെ ശപിച്ചില്ല. ആ കാര്യത്തിൽ ദൈവത്തെ അവൻ അനുസരിച്ചു. എന്നാൽ സ്വർണം കിട്ടുവാൻ യഹോവയെ വഞ്ചിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്രയേൽ മക്കൾ അവനെ വാൾ കൊണ്ട് കൊന്നു. യഹോവ ഭക്തനായിരുന്ന ബിലെയാം പ്രശ്നക്കാരനായ ബിലെയാമായി മാറി. നാം യേശുവിനെ കർത്താവായ ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതെ നമുക്ക് ബോധിച്ചവണ്ണം ജീവിച്ചാൽ ശത്രുവിനെ ദൈവം അടിക്കുമ്പോൾ നാമും പ്രതിസന്ധിയിലാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് നമ്മെ ഭരിക്കുവാൻ പൂർണ്ണ ചുമതല കൊടുത്ത് ദൈവവഴിയിൽ തന്നെ ജീവിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. കാരണം ആ വഴിയിൽ മാത്രമേ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകൂ. കർത്താവിൻ്റെ വഴിയിലാണ് നാം നടക്കുന്നതെങ്കിൽ
അഥവാ പാപത്തിൻ്റെ വഴിയിൽ നാം നടക്കാതിരുന്നാൽ നിശ്ചയമായും സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പറയുവാൻ കഴിയും, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ എൻ്റെ അപേക്ഷ തയ്യാറാക്കി അങ്ങയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രതീക്ഷയോടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന്. തന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് കർത്താവ് അപ്പോൾ നമുക്ക് തരുന്ന മറുപടി. 25-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അത് ഉറപ്പ് തരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നാം ഓർത്തിരിക്കണം, കർത്താവിൻ്റെ സമയത്ത് മാത്രമേ മറുപടി ലഭിക്കൂ. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ബിലയാമിന് ലഭിച്ച മറുപടിയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്, അതായത് പോകരുത് എന്ന ബിലയാം ഇഷ്ടപ്പെടാത്ത മറുപടി. ഈ സമയത്ത് നാം വളരെ ജാഗ്രത പാലിക്കണം. കർത്താവ് ബിലയാമിനോട് ജനത്തെ ശപിക്കുവാൻ പോകരുത് എന്ന് പറഞ്ഞത് അവന് ദോഷം ഭവിക്കുവാനോ ബാലാക്ക് വെച്ച് നീട്ടിയ സ്വർണം അവന് ലഭിക്കാതിരിക്കുവാനോ അല്ല. ദൈവത്തെ പറ്റിക്കുവാൻ നോക്കിയ ബിലയാമിനെ ഇസ്രയേൽ ജനം വെട്ടിക്കൊന്നു. ഇസ്രയേൽ ജനത്തെ ബിലയാം ശപിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു പോകാതിരിക്കുവാനാണ് ഇസ്രയേൽ മക്കളെ ശപിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചത്. എന്നാൽ അവൻ അത് അനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ജനം അവനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അതായത് ദൈവഹിതപ്രകാരമല്ലാതെ ദൈവജനത്തെ തകർത്തുകൊണ്ട് ബിലയാം നേടിയ ബാലാക്ക് എന്ന രാജാവിൻ്റെ സ്വർണം ഉപയോഗിക്കുവാൻ അവന് കഴിഞ്ഞില്ല എന്ന് സാരം. ദൈവം നമുക്ക് മുൻപിൽ ഒരു വഴി അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മോട് സ്നേഹമില്ല എന്നല്ല. ആ വാതിൽ തുറന്ന് മുന്നോട്ട് പോയാൽ മരണവഴികളാണ് എന്നതിനാലാണ്. മറ്റൊരു വാതിൽ തുറന്നു വെച്ചതിന് ശേഷം മാത്രമേ കർത്താവ് ഒരു വാതിൽ നമുക്ക് മുൻപിൽ അടയ്ക്കുകയുള്ളൂ. അടഞ്ഞ വാതിൽ തള്ളി തുറന്ന് അപകടത്തിൽ പെടാതെ നമുക്ക് സൂക്ഷിക്കാം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് ബൈബിളിൽ വാക്യമുണ്ട്. നാം മുട്ടുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹം ഭക്തൻ്റെ ആഗ്രഹമാണോ എന്ന് നാം ചിന്തിക്കണം. സങ്കീർത്തനക്കാരന് നല്ല വിശ്വാസമുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, നിൻ്റെ മറുപടിക്കായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നുവെന്ന്. ദാവീദ് എപ്പോഴെല്ലാം അപ്രകാരം ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം അവൻ്റെ രക്ഷയ്ക്കായി ഓടി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ സിംഹത്തിനോ കരടിക്കോ ഗോലിയാത്തിനോ അബ്ശലോമിനോ ഇരയായി തീരുമായിരുന്നു. നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും നാം നിൽക്കുന്നത് യഥാർത്ഥ ദൈവവഴിയിലാണെങ്കിൽ ജയം നമുക്ക് ഉറപ്പാണ്. പരാജയപ്പെടുവാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. എല്ലാം നഷ്ടപ്പെട്ടവളായി നവോമി തൻ്റെ ദേശത്തേക്ക് വിധവയായ രൂത്തിനെയും കൊണ്ട് യഹോവയെ അന്വേഷിച്ച് മടങ്ങിപ്പോവുകയാണ്. ആ യാത്ര നമുക്ക് മനസ്സിൽ കാണാമോ? എല്ലാ പ്രതീക്ഷകളും മറ്റു പോയിരുന്നു. തൻ്റെ രണ്ട് മക്കളും ഭർത്താവും മരിച്ചുപോയി. ഒരു മരുമകൾ അവളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ കർത്താവ് രൂത്തിനെ നവോമിയോട് കരുണയുള്ളവളാക്കി. കാരണം നവോമിയുടെ നല്ല കാലത്തും അവൾ യഹോവയായ ദൈവത്തെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുകയും ആരാധിക്കുകയും അവനെ ഭയമുള്ളവളായി ജീവിക്കുകയും ചെയ്തവളാണ്. നവോമിയിൽ നിന്നാണ് രൂത്ത് യഹോവയെക്കുറിച്ച് അറിയുന്നത് തന്നെ. അത്രമാത്രമേ യഹോവയോട് പറ്റി നിന്നവളായിരുന്ന നവോമി. എന്നാൽ ദൈവഭയമില്ലാത്ത തൻ്റെ ഭർത്താവും 2 ആൺമക്കളും ദൈവം വെറുക്കുന്ന പാപപ്രവൃത്തികൾ ചെയ്യുകയും ദൈവം ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. മോവാബിലേക്ക് ജോലിക്കായി അവർ കടന്നുപോയത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പത്തിൻ്റെ ഭവനമായ ബെത്ലഹേമിൽ ആഹാരം കുറഞ്ഞതുകൊണ്ടാണ് മോവാബിലേക്ക് അവർ പോയത്. നവോമി അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഭർത്താവിൻ്റെയും തൻ്റെ 2 ആൺമക്കളുടെയും ഇഷ്ടത്തിന് വഴങ്ങിയെന്നേ ഉള്ളൂ. എന്നാൽ തൻ്റെ ഭർത്താവും 2 ആൺമക്കളും തനിക്ക് നഷ്ടമായി എങ്കിലും അവൾ തൻ്റെ ദൈവത്തെങ്കിലേക്ക് മടങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. അതെ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടി ഒരു രൂത്തിനെ സഹായിയായി ഒരുക്കുവാൻ ദൈവം ശക്തനാണ്. ബിലയാം ചെയ്തതുപോലെ അറിയാതെ പോലും കർത്താവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടവരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിച്ചാൽ നിശ്ചയമായും കർത്താവിൻ്റെ സമയത്ത് നാം ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി അവൻ നമ്മെ സഹായിക്കും. ദൈവം രൂത്ത് മുഖാന്തരം
നവോമിയെ സഹായിച്ചു. അതുപോലെ തന്നെ നവോമി മുഖാന്തരം രൂത്തിനെയും ദൈവം സഹായിച്ചു. 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ദാവീദ് പറയുകയാണ്. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ആയതിനാൽ ദൈവവഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന നാം ദുഷ്ടതയിൽ പ്രസാദിക്കുവാൻ പാടില്ല. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല എന്ന് 4-ാം വാക്യത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ നാം ആരും ദൈവം വെറുക്കുന്ന ഒരു ദുഷ്ടതയും പാപവും ചെയ്യരുത്, പാപത്തിൽ രസിക്കുന്നവരുമായി നടക്കുകയും വരുത്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തിന് സ്ഥാനം ഉണ്ടാവുകയില്ല. ആകയാൽ അവരുമായിട്ട് നാം ചങ്ങാത്തം കൂടുവാൻ പാടില്ല. ആ സ്വഭാവം നാം പഠിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് ദൈവത്തെ കർത്താവായി സ്വീകരിച്ചവർ അങ്ങനെയുള്ളവരുമായിട്ട് അധികം ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള സ്വഭാവം നമുക്ക് തീരാ നഷ്ടമായി തീരും. അഹങ്കാരികൾ ദൈവസന്നിധിയിൽ നിൽക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരുമായി ചങ്ങാത്തം കൂടിയാൽ നാം ലജ്ജിക്കേണ്ടി വരും. നീതിയോടെ പ്രവർത്തിക്കുന്നവരെ ദൈവം പകയ്ക്കുന്നു, ഭോഷ്ക് പറയുന്നവരെ ദൈവം നശിപ്പിക്കുന്നു. രക്തപാതകവും ചതിയുമുള്ളവരെ യഹോവയ്ക്ക് അറപ്പാകുന്നു. അങ്ങനെയെങ്കിൽ യഹോവയെ നമ്മുടെ കർത്താവായി നമ്മെ നിയന്ത്രിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും നീതികേട് പ്രവർത്തിക്കുന്നവരെയും ഭോഷ്ക് പറയുന്നവരെയും രക്തപാതകവും ചതിയുമുള്ളവരെയും നാമും അകറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം ദൈവകൃപയിലൊന്നും വീഴുവാൻ അവർ മുഖാന്തരമായി തീരുവാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും വാസ്തവമായി കർത്താവിൻ്റെ നിയന്ത്രണത്തിലാകുവാൻ ആഗ്രഹിക്കുന്നവർ അവരുമായുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കേണ്ടി വരുമെന്നതിന് യാതൊരു സംശയമില്ല. കാരണം 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നാം യേശുവിനെ സേവിക്കും, അല്ലെങ്കിൽ നാം പാപത്തെ സേവിക്കും. പാപത്തിൻ്റെ യജമാനൻ സാത്താനാണ് എന്ന കാര്യം നാം മറക്കരുത്. തന്നെയുമല്ല, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നാം നമ്മുടെ പ്രാർത്ഥനയുമായി കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്യുക. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഒരുക്കി തരുന്ന പാതയിൽ കൂടി മാത്രം മുന്നോട്ട് പോയി ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ നമുക്ക് ശോഭിക്കാം, നിത്യജീവൻ അവകാശികളായി തീരാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.